ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടൊക്കെ ചെയ്തു വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ ദോശയുടെ റെസിപ്പിയാണ്. ഉഴുന്ന് ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ദോശയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരി ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പച്ചരിക്ക് പകരം നമുക്കത് ഇഡ്ഡലി വെച്ചിട്ടും ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കുതിർക്കാനായിട്ട് വെക്കുക. അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവണം, എന്നാലാണ് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചുരുങ്ങിയത് ഒരു 5-6 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കാം. ഇനി ഈ അരിയുടെ കൂട്ടത്തിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് നാളികേരം 1 കപ്പ് അവിലും വേണം. അപ്പോൾ നമ്മൾ അരി അളന്നത് ഏത് കപ്പിലാണോ സെയിം കപ്പ് തന്നെ 1 കപ്പ് നാളികേരം 1 കപ്പ് അവിലുമാണ് വേണ്ടത്. അതായത് നമ്മൾ 2 കപ്പ് അരി എടുക്കുമ്പോൾ 1 കപ്പ് നാളികേരം 1 കപ്പ് അവില്, അതാണ് അതിൻ്റെ ഒരു റേഷ്യോ. പിന്നെ നമ്മൾ അവിലെടുക്കുമ്പോൾ വെളുത്ത അവിലെടുക്കുക കൂട്ട നല്ലത്, എന്നാലാണ് ദോശയ്ക്ക് ആ ഒരു വെള്ള കളറ് കിട്ടുള്ളൂ. ഇനി ഈ അവിലും നമ്മൾ ഒന്ന് കുതിർത്തതിന് ശേഷം അരച്ചെടുക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ അത് ഫൈനായിട്ട് അരഞ്ഞു കിട്ടില്ല, അതിൻ്റെ ചെറിയ ചെറിയ തരികളുണ്ടാവും. അപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കണമെന്നില്ല. നമ്മൾ അരി അരയ്ക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ട് ഏകദേശം 6 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്, നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഊറ്റി മാറ്റി വയ്ക്കുക. ആ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല, ആ വെള്ളത്തിലാണ് അരി അരച്ചെടുക്കേണ്ടത്. ഈ സമയം കൊണ്ട് നമ്മുടെ അവിലും നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകിയതിന് ശേഷം ഒരു 3/4 കപ്പിനടുത്ത് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തെടുക്കുക. ഇനി അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. അതിലേക്ക് അത് 3ഉം പകുതി വീതം ഇട്ട് കൊടുത്തിട്ട് 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം പകുതി അരി ഇട്ട് കൊടുക്കാം, അതിന് ശേഷം പകുതി അവിൽ ചേർക്കാം, പിന്നെ പകുതി നാളികേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല കേട്ടോ മാവ്. നമ്മൾ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തരികളില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം ഈ മാവ് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ദോശമാവിനേക്കാളും കുറച്ചൊന്ന് കട്ടിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ദോശയുടെ കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം ഇനി ബാക്കി വരുന്ന ആ അരിയും അവിലും നാളികേരും ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ അരച്ചെടുത്ത ജാറിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമ്മൾ ഈ മാവ് അതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മാവിൽ നമ്മൾ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ഫെർമെൻ്റായി നന്നായി പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ മാവിന് വേണ്ടത്. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ നമ്മൾ അരി അളന്നിട്ടുള്ള കപ്പിൽ 1.5 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ അത് കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല. മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. അതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് മാവ് പൊങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു മാവിൻ്റെ ഫെർമെൻറ്റേഷൻ ടൈം എന്ന് പറയുമ്പോൾ ഒരു 10 മുതൽ 12 മണിക്കൂർ വരെയൊക്കെ എടുക്കാം. ഇതിൽ നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാത്ത മാവായതുകൊണ്ട് സാധാരണ നമ്മൾ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ട് മാവ് പുളിപ്പിച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സമയം കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ ഒരു 10 മുതൽ 12 മണിക്കൂറൊക്കെ എടുക്കും. പിന്നെ തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അത്രയും സമയം പൊങ്ങാനായിട്ട് വെക്കുക. ഇവിടെ ഇപ്പോൾ ഒരു 12 മണിക്കൂർ സമയമാണ് എടുത്തത്. മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ബലം കൊടുക്കാതെ പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ അരച്ചു വെച്ചതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകൊക്കെ ഒന്ന് താളിച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കുക. എണ്ണ നമുക്ക് വെളിച്ചെണ്ണ ഓയിലോ ഏതായാലും എടുക്കാം. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിന് ശേഷം ഒരു 3-4 പച്ചമുളക് ഇതുപോലെ ചെറുതായി വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർക്കാം. പിന്നെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പച്ചമുളകൊന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇത് നമുക്ക് ഈ മാവിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ സമയത്തിന് ഇതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്.
നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ആ ബണ്ണിൻ്റെ ഷേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മാവ് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദോശ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ മാവ് പൊങ്ങി വരാൻ കുറച്ചധികം സമയമെടുക്കും. അങ്ങനെയാകുമ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം ഒരു നുള്ളു ചേർത്ത് കൊടുക്കുക. ഇനി ഈ ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ അപ്പച്ചട്ടിയാണ് എടുക്കുക. അതായത് ഇതുപോലെ കുറച്ച് കുഴിയുള്ള പാനാണ് നല്ലത്. അപ്പോഴാണ് ദോശയ്ക്ക് നല്ലൊരു ഷേപ്പ് കിട്ടുക. നോൺ സ്റ്റിക്കിൻ്റെയോ ഇരുമ്പിൻ്റെയോ ഏത് പാത്രമായാലും കുഴപ്പമില്ല. ഇരുമ്പിൻ്റെ പാത്രത്തിലാണെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഇനി ഈ ചട്ടി നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇനി നമ്മൾ ചുറ്റിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് കുറച്ച് കട്ടിയുള്ള ദോശ ആയതുകൊണ്ട് ആ ഉൾഭാഗം കുക്കായി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ആ മേൽഭാഗത്തുള്ള മാവൊക്കെ നന്നായിട്ട് കുക്കായി വന്നാൽ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഏകദേശം ഒരു ബണ്ണിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഈ സമയത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലുമൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ആ സൈഡ് നന്നായി കുക്കായി നല്ലൊരു കളറായി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് പാനിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. പിന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ ആ മാവ് ഇതുപോലെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പനിയാരം പോലെയും ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ആദ്യം ആ കുഴികളിലൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇല്ലാതെ ഉണ്ടാക്കാം, പക്ഷേ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വീതം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആ മാവ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിലും ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടമാവും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ഈ ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയും കൂടി നോക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. പാനിലിട്ടിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 2 ചെറിയ ഉള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് ലൂസായിട്ടല്ല കേട്ടോ, നമ്മളൊരു മീഡിയം തിക്നെസ്സിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പും ചേർക്കാം. പിന്നെ ഒരു 2 വറ്റൽമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചട്നിയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള മാവിൻ്റെ അളവ് വെച്ചിട്ട് ഒരു 6-7 പേർക്കുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഉഴുന്നൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഒരുപാട് പുളിയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് സാമ്പാറിൻ്റെയും ചട്നിയുടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. അതുപോലെ നമ്മൾ ഈ പനിയാരം പോലെ ഉണ്ടാക്കിയതും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ലൊരു പഞ്ഞി പോലെയുള്ള ടെക്സ്ചറാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഈ ബൺ ദോശയുടെയും ചട്നിയുടെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്